നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. കൊല്ലത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താണു. സർവീസ് റോഡിലേക്കാണ് ഇടിഞ്ഞു വീണത്. കുട്ടിയം മൈലക്കാടിന് സമീപമാണ് സംഭവം. സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. ശിവാലയ കൺസ്ട്രക്ഷനാണ് ദേശീയപാതയുടെ നിർമ്മാണ ചുമതലയുള്ളത്. കടമ്പാട്ടുകോണം കൊല്ലം സ്ട്രെച്ചിലാണ് അപകടം ഉണ്ടായത്. അതേസമയം സംഭവം അടിയന്തരമായി അന്വേഷിക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി മുഹമ്മദ് റിയാസ്. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടാനാണ് നിർദ്ദേശം. വാർത്തകൾ വിശദമായി. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത നിർമ്മാണത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതാണുണ്ടായ അപകടത്തിൽ ഒഴിവായത് വൻ ദുരന്തം. സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടെയാണ് നിർമ്മാണത്തിലിരുന്ന പാത ഇടിഞ്ഞു വീണത്. കുട്ടികളുമായി വന്ന സ്കൂൾ ബസ് അടക്കം ഈ സമയത്ത് സർവീസ് റോഡിലുണ്ടായിരുന്നു. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ കുടുങ്ങി. റോഡുകൾ വീണ്ടും കീറിയിരിക്കുകയാണ്. നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വലിയ ഗർത്തം രൂപപ്പെട്ടു. ഇടിഞ്ഞ ഭാഗവും പാർശ്വഭിത്തിയും സർവീസ് റോഡിലേക്ക് പതിക്കാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുന്ന തരത്തിലാണ് ഇപ്പോൾ പാർശ്വഭിത്തി ഉള്ളത്. വെള്ളം ഒഴുകുന്ന ഒരു ഓട റോഡിനടിയിലൂടെ കടന്നു പോകുന്നുണ്ട്. മതിയായ സംവിധാനം ഒരുക്കാതെ ഇതിന് മുകളിലൂടെ റോഡ് നിർമ്മാണം നടത്തിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നും പ്രാദേശികവാസികളും കുറ്റപ്പെടുത്തി. കൊല്ലത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞാണ് സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി ഉത്തരവാദികളുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് NK പ്രേമേന്ദ്രൻ MP ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയോടും ദേശീയപാത അതോറിറ്റി അധികൃതരോടും ആവശ്യപ്പെട്ടുവെന്നും അശാസ്ത്രീയമായ ഉയരപ്പാതയുടെ നിർമ്മാണമാണ് നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്നും MP പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെയും BJPയുടെയും പാലമായി പ്രവർത്തിക്കുന്നതിൽ ഒരു CPM രാജ്യസഭാംഗം അഭിമാനം കൊള്ളുമ്പോൾ പൊതുമരാമത്ത് മന്ത്രി റീലിട്ട് മേനി നടിച്ച് ദേശീയപാത നിർമ്മാണം മനുഷ്യക്കുരുതിക്കുള്ള പാതയൊരുക്കിയാണെന്ന് KPC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA. ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയവും ക്രമക്കേടും പരിശോധിച്ച് സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്നാവശ്യപ്പെട്ടവരെ അപഹസിക്കുകയും വികസന വിരോധികളാക്കുകയും ചെയ്ത മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ മൗനം വെടിയണമെന്നും അനിൽകുമാർ ആവശ്യപ്പെട്ടു. കൊല്ലം കൊട്ടിയം ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു കഴിഞ്ഞ സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കത്തയച്ചു. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്കാണ് കത്തയച്ച. വിഷയത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തരമായ ഇടപെടലും നടപടിയും ഉണ്ടാകണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ SIR നീട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോം ഡിസംബർ 18 വരെ സ്വീകരിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഒരാഴ്ച നീട്ടണമെന്ന സർക്കാർ ആവശ്യം അംഗീകരിച്ചാണ് കമ്മീഷന്റെ തീരുമാനം. കരട് പട്ടിക 23-നും അന്തിമ പട്ടിക ഫെബ്രുവരി 21-നും പ്രസിദ്ധീകരിക്കും. വർഷങ്ങളായി നടത്തുന്ന കോടികളുടെ അഴിമതികൾ തുടരാനാണ് ഇടതുപക്ഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ട് തേടുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളം അതിദരിദ്ര മുക്തമായി പ്രഖ്യാപിച്ചു തുടർന്ന് അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾ റദ്ദാക്കാനോ തുടരാതിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പാർലമെന്റിൽ UDF MPമാരായ NK പ്രേമേന്ദ്രനും MK രാഘവനും കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെയായിരുന്നു ഇരുവരുടെയും ചോദ്യം. എന്നാൽ കേരളത്തിന്റെ പ്രഖ്യാപനം പദ്ധതിയെ ബാധിക്കില്ലെന്ന് കേന്ദ്രം മറുപടി നൽകി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാതെ നിയമപോരാട്ടം നടത്താനാണ് രാഹുലിന്റെ നീക്കം എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ജയിലിലേക്ക് കൊണ്ടുപോകാൻ ആയിരുന്നു ഉദ്ദേശിച്ചത്. എന്നാൽ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. ജയിലിൽ പ്രവേശിപ്പിച്ച ശേഷവും നിരാഹാര സമരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ പോകാൻ സഹായിച്ചെന്ന് ആരോപിച്ച് പ്രത്യേക സംഘം കസ്റ്റഡിയെടുത്ത 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും വിട്ടയച്ചു. ഫാസൽ അബ്ബാസ്, ഡ്രൈവർ ആൽവിൻ എന്നിവരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചത്. തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലായിരുന്നു ഇരുവരെയും ഒരു ദിവസം കസ്റ്റഡിയിൽ വെച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാജ്യസഭയിലും വാക്പോര്. ഇടത് MPമാരെ എതിർത്ത ജയറാം രമേശിനോട് ഒരു CPM നേതാവിൻ്റെ പേര് പറഞ്ഞാൽ 1 ലക്ഷം രൂപ തരാമെന്ന് സന്തോഷ് കുമാർ MP വെല്ലുവിളിച്ചു. ജോലിസ്ഥലത്തെ ലൈംഗിക പീഡനങ്ങൾക്കെതിരെ സ്വകാര്യ ബിൽ അവതരിപ്പിച്ച കോൺഗ്രസ് MP JB മെത്രെ രാഹുൽ വിഷയം പരാമർശിച്ച് ജോൺ ബ്രിട്ടാസ് MP പരിഹസിച്ചു. പോക്സോ ബില്ലിൽ ഭേദഗതി, തൊഴിലുടമകളിലെ ലൈംഗിക പീഡനത്തിനായ പുതിയ നിയമ നിർമ്മാണം തുടങ്ങിയ സ്വകാര്യ ബില്ലവതരണ വേളയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ ചെയ്തികളും രാജ്യസഭയിൽ ചർച്ചയായത്. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ JDT ഇസ്ലാം ആൻഡ് കോളേജ് സൺഷെയ്ഡ് ഇടിഞ്ഞു വീണ് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 4 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് കാര്യമായ പരിക്കുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുന്നുവെന്നും അന്വേഷണം തൃപ്തികരമല്ലെന്നും KPC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പ്രതികൾക്ക് പാർട്ടിയുടെ രക്ഷാകവചമെന്നും SIT അന്വേഷണത്തിന് വേഗം പോരാ എന്നും SIT പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നും പ്രതികൾക്ക് സല്യൂട്ട് അടിക്കുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു.
എല്ലാ തെരഞ്ഞെടുപ്പും സർക്കാരിൻ്റെ വിലയിരുത്തലാണെന്നും വിലയിരുത്തുന്നതിൽ തെറ്റില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു തരി സ്വർണവും അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ലെന്നും ഉത്തരവാദികൾ ആരാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഗോവിന്ദൻ പറഞ്ഞു. പുരാവസ്തു തട്ടിപ്പ് കേസ് ജയിലിൽ കഴിയുന്ന മോൻസൺ മാവുങ്കലിൻ്റെ വീട്ടിൽ മോഷണമെന്ന് പരാതിയിൽ വീട്ടിലെ സാധനങ്ങൾ തിട്ടപ്പെടുത്താൻ മോൻസൺ ജയിലിൽ നിന്നെത്തിയെങ്കിലും പോലീസും ആമീനും എത്താത്തതിൽ പരിശോധന നടന്നില്ല. മോൻസൺ ജയിലായിരുന്ന സമയത്താണ് കരൂരിലെ വാടക വീട്ടിൽ നിന്ന് 20 കോടിയുടെ വസ്തുക്കൾ മോഷണം പോയെന്ന് പരാതി ഉയർന്ന പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് കാട്ടി മോൻസൺ കോടതിയെ സമീപിച്ചതിന് പിന്നാലെ പരിശോധന നടത്താൻ കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. ശബരിമലയിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കേരള സദ്യ വിളമ്പുന്ന തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് K. ജയകുമാർ പുലാവും സദ്യയുമാണ് നൽകുന്നത്. ഒരു ദിവസം പുലാവ് നൽകിയാൽ അടുത്ത ദിവസം സദ്യ വിളമ്പും. അധിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം കമ്മീഷനെ ഇന്നലെ ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ചുമതലപ്പെടുത്തി. ഇൻഡിഗോ പ്രതിസന്ധി അവസരമാക്കി മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കുകൾ വൻ വർധനയാണ് വരുത്തിയിരിക്കുന്നത്. ഇരട്ടിലധികം ചിലവാക്കിയാൽ മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ എന്ന സ്ഥിതിയാണ്. ദില്ലിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ടിക്കറ്റിന് വില 65,000 രൂപയ്ക്ക് മുകളിലാണ്. മുംബൈ, പൂനെ, ബംഗളൂരു സർവീസുകൾ ടിക്കറ്റ് നിരക്കും വർദ്ധിപ്പിച്ചു. ദില്ലി, കൊച്ചി വിമാന ടിക്കറ്റ് നിരക്ക് 1,00,000 അടുത്താണ്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പിട്ടല്ല പ്രശ്നം, ഇക്കാര്യം ഒളിപ്പിച്ചു വെച്ചാണ് പ്രശ്നമെന്നും KC വേണുഗോപാൽ. ഇത് CPM BJP ഡീലാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജോൺ ബ്രിട്ടാസ് ഇടനിലെന്നത്. പാർലമെൻറ്റിൽ ഏത് വിഷയമാണ് UDF MPമാർ ഉന്നയിക്കാത്തതെന്ന് പറയാൻ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്കായി നിലനിൽക്കുമെന്നും എന്നാൽ ഡീലിന് കൂട്ടുനിൽക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയതിൻ്റെ ഭാഗമായി കേരള പോലീസ്, CRPF, RAF, NDRF, ആൻറ്റി സബോർഡ് ചെക്ക് ടീം, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോൺസൽ സ്ക്വാഡ്, സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവ ചേർന്ന സന്നിധാനത്ത് സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്നലെയും ഇന്നും അധിക സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സന്നിധാനത്ത് പോലീസ് സ്പെഷ്യൽ ഓഫീസർ R. ശ്രീകുമാർ അറിയിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ വ്യാജ വോട്ട് ചേർത്തവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ. 4 സ്റ്റാമ്പ് പേപ്പറുകളുടെ ഫോട്ടോ കോപ്പി ഉപയോഗിച്ച് 15 വാടക കരാറിൽ ഉണ്ടാക്കി കൊച്ചി കോർപ്പറേഷൻ 20 ഡിവിഷനിലാണ് വ്യാജ വോട്ടർമാരെ ചേർക്കാൻ ശ്രമം നടന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന സെപ്റ്റി ടാങ്കിൽ വീണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം. കണ്ണൂർ കതിരൂരിൽ പുല്യാട് വെസ്റ്റ് സ്വദേശി അൻഷലിൻ്റെ മകൻ മാർവാൻ ആണ് മരിച്ചത്. തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിൽ പോകുന്നതിനിടെ അബദ്ധത്തിൽ വീണമെന്നാണ് സംശയം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.